ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞു തന്ന കഥകളിലൊക്കെ പാണക്കാട് തങ്ങന്മാരുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി വീട്ടിൽ തൂക്കിയിട്ട ഫോട്ടോകളിലൊന്ന് ശിഹാബ് തങ്ങളുടേതാണ്. ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളിലും പാണക്കാട് ചെന്ന സന്തോഷം പറയാതെ കടന്നുപോയിട്ടില്ല. അച്ഛൻ ഈശ്വരവിശ്വാസിയായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ നിർവഹിച്ച വിശ്വാസി. ആ വിശ്വാസം തന്നെയാണ് അച്ഛൻ ഞങ്ങളെയും പഠിപ്പിച്ചത്. വിശ്വാസകാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയ പോലെ അച്ഛൻ മറ്റൊന്നുകൂടി ഞങ്ങളെ പഠിപ്പിച്ചു: പാണക്കാട് കുടുംബവുമായുള്ള ബന്ധം. ആ കുടുംബം സഹോദര സമുദായതകളോട് കാണിക്കുന്ന സ്നേഹത്തെ ചെറുപ്പത്തിലേ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പഠനകാര്യത്തെക്കുറിച്ച് ആദ്യം അഭിപ്രായം ചോദിച്ചതും പിന്നീട് അഭിഭാഷകയായപ്പോൾ ആദ്യം അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയതും പാണക്കാട്ടേക്കായിരുന്നു. അച്ഛന്റെ കാലം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ ചേർത്തു നിർത്തി. അപ്രതീക്ഷിതമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായത്. ഇന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന്. ജനറലായ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്രയോ സീനിയറും യോഗ്യരുമായ പലരുമുണ്ടായിട്ടും എന്നെയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ഒരിക്കൽ പോലും അങ്ങനെയൊരാഗ്രഹം ഞാനോ എനിക്ക് വേണ്ടപ്പെട്ടവരോ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും എന്നെ മുസ്ലിം ലീഗ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു തന്ന കഥകളൊക്കെ ഞാനിന്ന് യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മതേതരത്വം, പാണക്കാട് കുടുംബത്തിന്റെ സാഹോദര്യസ്നേഹം, മലപ്പുറത്തിന്റെ ഈ സ്നേഹപാഠം തലമുറകളിലൂടെ പരന്നൊഴുകട്ടെ.